ഹായ് ഹലോ നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഡെന്നിസീപ്പനാണ്. ഞാനിന്ന് നിൽക്കുന്നത് എൻ്റെ ഗുരുതുല്യനായ ആളും പുരസ്കാര ജേതാവുമായ ഒരു വ്യക്തിയുടെ വീട്ടിലാണ്. അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ നമുക്കൊന്നറിയാം. വരും. പ്രേക്ഷകരെ നമസ്കാരം. നമസ്കാരം. ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് ഒരുപാട് ഫ്ലെക്സുകളും കാര്യങ്ങളും ഒക്കെ വഴികളിലൊക്കെ വെച്ചിരിക്കുന്നത് കണ്ടു. പത്രത്തിലോടൊക്കെ വിവരങ്ങളൊക്കെ അറിഞ്ഞു എങ്കിലും എൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി പുരസ്കാരത്തെ പറ്റി കാര്യങ്ങളൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. രണ്ടു വാക്ക് പ്രകാശൻ പറയുകയാണെങ്കിൽ. ഈ വർഷം 2023 ഫോക്ലോർ അക്കാഡമിയുടെ ഫെലോഷിപ്പ് എനിക്ക് ഈ വർഷം ലഭിക്കേണ്ടത്. 23 ഈ വർഷമാണ് അവർ പ്രഖ്യാപിക്കുന്നത്. അത് കിട്ടി. അതിൻ്റെ ഒരു സ്വീകരണ പരിപാടി ഈ നാളെ തിരുവല്ലയിൽ വെച്ച്, തിരുവല്ലയിലെ വിവിധ 24-ാം തീയതി വിവിധ സംഘടനകൾ, ഒപ്പം ഞാൻ ഇപ്പോൾ ഒരു സവാക്ക് എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്. അപ്പോൾ ആ സവാക്കിൻ്റെ മേൽനോട്ടത്തിൽ തിരുവല്ലയിലെ എല്ലാ കലാ സാംസ്കാരിക പ്രവർത്തകരും കൂടി ഒരു അനുമോദന സമ്മേളനം. പ്രകാശേട്ടൻ്റെ കലാജീവിതത്തിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? കലാജീവിതത്തിൻ്റെ തുടക്കം എന്ന് പറയുന്നത് നമ്മൾ കുട്ടിക്കാലം മുതലേ കലയുമായി ബന്ധപ്പെട്ട് പാട്ടും നാടകവും അന്നൊന്നും മോണാക്ട് ഇല്ല, ഈ ഹാസ്യകലാ പ്രകടനങ്ങളാണല്ലോ. പിന്നെ പക്ഷേ ഈ നാടൻപാട്ട് രംഗത്തേക്ക് വന്നത് ഒരു 90 കാലഘട്ടത്തിൽ കുട്ടപ്പ സാറ് തിരുവല്ല ഡൈനാമിക് ആക്ഷൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് കുട്ടപ്പ സാറ് തിരുവല്ലയിൽ വന്നപ്പോൾ അദ്ദേഹം ഞങ്ങളുടെ നന്നൂർ ഒരു SSL ലൈബ്രറി ഉണ്ട്, ഞങ്ങളൊക്കെ അതിൻ്റെ പ്രവർത്തകരാണ്. എനിക്കൊന്ന് നന്നൂരെ വള്ളംകുളത്തെ ഒട്ടുമിക്ക കലാപ്രവർത്തകനും തുടങ്ങുന്നത് അവിടെ നിന്നായിരുന്നു. അത്തരത്തിൽ കുട്ടപ്പ സാർ അവിടെ വന്ന് ഞങ്ങളൊരു നാടകം പഠിപ്പിക്കാനായിട്ട് വന്ന കൂട്ടത്തിൽ അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ പാട്ട് നാടൻ പാട്ടിൻ്റെ, അപ്പം അങ്ങനെ അതിലെ ആകർഷകനായിട്ടാണ് നമ്മൾ നാടൻപാട്ട് രംഗത്തേക്ക് കടന്നു വന്നത്. കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്തമായ എന്തെങ്കിലും അനുഭവങ്ങളോ? കലാജീവിതത്തിൽ മറക്കാൻ പറ്റാത്ത അനുഭവമോ? ഇതെല്ലാം മറക്കാൻ പറ്റാത്ത അനുഭവം. കാരണം ജീവിതത്തിൽ ഫോക്ലോർ അക്കാഡമിയുടെ ഫെലോഷിപ്പ് കിട്ടുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ചെറിയ കാര്യമായിട്ട് തോന്നുന്നില്ല, വലിയൊരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ വിചാരിക്കാം. പ്രത്യേകിച്ച് നാടൻപാട്ട് രംഗത്ത് ഫെലോഷിപ്പ് അങ്ങനെ അധികം ആർക്കും കിട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. പ്രത്യേകിച്ച് ഈ പ്രാവശ്യം 12 ജില്ലയിൽ എനിക്ക് മാത്രമാണ് നാടൻപാട്ട് രംഗത്ത് ഫെലോഷിപ്പ് കിട്ടുന്ന ചുരുക്കം പേർക്കാണ്. ഞാൻ എൻ്റെ ഒരു 35 വർഷത്തെ പ്രവർത്തനങ്ങളെ മൊത്തത്തിൽ അവർ വിലയിരുത്തിക്കൊണ്ടാണ് ഈ ഫെലോഷിപ്പ് നൽകിയിരിക്കുന്നത്. അപ്പോൾ അത് തീർച്ചയായിട്ടും എനിക്കൊരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം തന്നെയല്ലേ. അത് പിന്നെ അവാർഡും അവരുടെ പ്രതിഭാ പുരസ്കാരമൊക്കെ നേരത്തെ കിട്ടിയിട്ടുണ്ട്. ഫാമിലിയുടെ സപ്പോർട്ട്? ഫാമിലി സപ്പോർട്ട് എന്ന് പറയുന്നത് എതിരില്ല ഒരു കാര്യങ്ങൾക്കും. വൈഫ് ടീച്ചറാണ്, 2 പെൺകുട്ടികളാണ്. കുട്ടിക്കാലത്തൊക്കെ അവളുമാരെ എൻ്റെ കൂടെ പാടാനും എൻ്റെ പിൻപാട്ട് പാടാനും ഒക്കെ ആയിട്ട് വരികയാണ്. പിന്നെ അതിനൊക്കെ അപ്പുറം എൻ്റെ സഹോദരൻ പ്രശാന്ത്, അവനെ ഇപ്പം എന്നോടൊപ്പം ഇല്ല, അവനാണ് എൻ്റെ ഏറ്റവും വലിയ സുഹൃത്തായിരുന്നു പ്രശാന്ത് ചേട്ടൻ. അദ്ദേഹം മരിച്ചുപോയി. എൻ്റെ ഗുരു എന്ന് തന്നെ പറയാം. അദ്ദേഹത്തിൻ്റെ സഹോദരൻ കൂടിയാണ്. ഇവർ രണ്ടുപേരും എൻ്റെ കലാഫീൽഡിലെ ഗുരുക്കന്മാരാണ്. എനിക്ക് വളരെ സത്യം പറഞ്ഞാൽ പ്രകാശനായിട്ട് ഇങ്ങനൊരു ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, ഒരു സംസാരിക്കുന്ന ഒരു ഭയങ്കര സന്തോഷത്തോടു കൂടിയാണ് ഞാനിവിടെ വന്നത്. ഇനിയും ഒരുപാട് പുരസ്കാരങ്ങൾ പ്രകാശേട്ടനെ തേടി വരട്ടെ എന്ന് ആശംസിക്കുന്നു. ഞാൻ സ്കൂളിലെ കുട്ടികളുടെ ഇടയിലാണ് ഈ നാടൻ പാട്ടും അതിൻ്റെ പ്രവർത്തനങ്ങളും നടത്തുന്നത്. ഞാൻ വലിയവർക്ക് വേണ്ടി നമ്മൾ പാട്ടിനോടൊപ്പം പറച്ചിലൂടെയുണ്ട്. നമ്മൾ ജീവിതത്തിൽ നമ്മൾ അനുവർത്തിക്കേണ്ട, നമ്മൾ അനുഷ്ഠിക്കേണ്ട, നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ട കുറേ മൂല്യങ്ങളുണ്ട്. നാടൻ പാട്ടെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് കുറേ പാട്ട് പാടിയൊക്കെ പോവുക, കുറേ തുള്ളി. അതിനപ്പുറത്തേക്ക് അതിൻ്റെ വലിയ സംസ്കാരമുണ്ട്. നമ്മൾ മലയാളത്തിൻ്റെ, കേരളത്തിൻ്റെ തനത് സംസ്കാരമുണ്ട്. അത് ഉയർത്തിപ്പിടിക്കാൻ, അത് കുഞ്ഞുങ്ങളിലേക്ക് എത്തിക്കുവാനും വരും തലമുറ നന്നായി പോകുവാനും, കുറഞ്ഞ വർഷം പരസ്പരം സ്നേഹിക്കുവാനും പങ്കുവെക്കാനും കൂട്ടായ്മയെ ചേർന്നിരിക്കുവാനും. നമ്മൾ ഡെന്നിസിന് അറിയാം, നമ്മളൊരു വീടെന്ന് പറയുമ്പോൾ നമുക്ക് ജാതിമത വർഗ്ഗ വ്യത്യാസമില്ലാതെ നമ്മൾ കുറേ പ്രശാന്തിൻ്റെ സമയത്തൊക്കെ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ കൂടെ അറിയാമല്ലോ, എല്ലാം കൂട്ടുകാർ വന്ന് ചേരുന്ന ഒരു സമയമുണ്ട്. അപ്പം അത്തരത്തിൽ ഒരു സംസ്കാരം നമ്മൾ ഇനിയും കൂടെ ഉയർത്തിപ്പിടിക്കേണ്ടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. ഭയങ്കര പ്രശ്നമുള്ള ഒരു സമയത്തൂടെ കടന്നു പോകുന്നത്. അതൊക്കെ കുഞ്ഞുങ്ങളിൽ എത്തിക്കുകയാണ് എൻ്റെ ഒരു ഉത്തരവാദിത്തം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പൊതുപ്രവർത്തന രംഗത്തും സജീവമാണല്ലോ. ചെറിയ രീതിയിൽ രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഉപരി സാംസ്കാരിക പ്രവർത്തനങ്ങളാണ്. അത്യാവശ്യം ഈ നാട്ടിലുള്ള എല്ലാ പരിപാടികളും, എനിക്ക് ഈ നാട്ടിൽ നല്ലൊരു സ്പേസ് ഉണ്ട്, നാട്ടിലുള്ളവരെന്നെ അംഗീകരിക്കുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ മേഖലകളിലും വേദികളും എനിക്ക് ലഭിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഒരു ഗ്രാമപഞ്ചായത്ത് എന്ത് പരിപാടി വന്നാലും, കഴിഞ്ഞ പ്രാവശ്യം വരെയുള്ള വർണ്ണസമിതി എന്ത് പരിപാടി വന്നാലും എന്നെ അവരൊരു അതിഥിയായി ക്ഷണിക്കാറുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു സ്പേസ് തരാറുണ്ട്. അങ്ങനെയൊക്കെ എൻ്റെ വളർച്ചയ്ക്ക് അതൊക്കെ ഒരു വലിയ ഘട്ടമായിട്ട്. പിന്നെ ഈ പറഞ്ഞ നന്നൂർ SSL ലൈബ്രറി എന്ന് പറയുന്നത് എല്ലാം നമുക്കൊരു വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട്.
വളർന്നു വരുന്ന കലാകാരന്മാർക്ക് വേണ്ടിയും ഒക്കെ പ്രകാശന് എന്താണ് പറയാനുള്ളത്? ഞാൻ പറഞ്ഞല്ലോ ഈ കല എന്ന് പറഞ്ഞ നമ്മളൊക്കെ ഈ മത്സരങ്ങൾക്ക് വേണ്ടി കലാ പ്രകടനങ്ങൾ നടത്തുന്ന ഒരു രീതിയിലേക്ക് മാറിയിരിക്കുക. അതില്ല, അത് മത്സരമല്ല. നമുക്ക് കലയെന്ന് പറയുന്നത് ജീവിതത്തിന്റെ ഭാഗമാകണം, നമ്മുടെ ഒപ്പമാകണം. സമ്മാനം കിട്ടുന്നതിലുപരി അതിലൂടെ എന്തെങ്കിലുമൊക്കെ മറ്റുള്ളവർക്ക് നൽകുവാനും ഒപ്പം നമുക്ക് പഠിച്ചത് അത് നല്ലതോ ശരി. ഒരുപക്ഷെ ഞാൻ പലപ്പോഴും പാട്ട് പാടാറുണ്ട്, മറ്റ് സിനിമാ ഭാഷകളൊക്കെ. അതൊന്നും നല്ലതാകണമെന്ന് അർത്ഥമില്ല. പക്ഷെ എൻ്റെ സന്തോഷം ഞാനങ്ങ് പ്രകടിപ്പിക്കുന്നു. ഞാനത് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കൂടെ അത് പങ്കുവെക്കുന്നു. എന്ന് പറയുന്ന പോലെ നിങ്ങളുടെ ഉള്ളിലുള്ള എന്തോ, നിങ്ങൾക്ക് എന്താണ് കഴിവ്, അത് നിങ്ങളങ്ങ് പ്രകടിപ്പിക്കുക. അതിന് മറ്റുള്ളവരുടെ കയ്യടി നോക്കി നിന്നിട്ടോ മറ്റുള്ളവരുടെ നല്ലതെന്നോ ചീത്തയെന്നോ പറയുന്നത് നോക്കി നിന്നിട്ടോ ആകരുത് നിങ്ങളുടെ കലാപ്രകടനങ്ങൾ. നിങ്ങളങ്ങ് സ്വതന്ത്രം. കാരണം ജീവിതം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ. നമ്മളെ ദൈവം സൃഷ്ടിച്ചത് ഒറ്റയ്ക്കാണ്. ആ ഒറ്റയ്ക്കുള്ള ജീവിതം മറ്റുള്ളവർക്ക് വേദനയും ദോഷവും ഉണ്ടാകാത്ത തരത്തിൽ നമ്മൾ നമ്മുടെ ജീവിതം ആസ്വദിച്ച് അനുഭവിച്ച് മുന്നോട്ട് പോവുക. അത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ മടിച്ചു നിൽക്കരുത്, ഒന്നിനും മടിച്ചു നിൽക്കരുത്. ഒരു വേദി കിട്ടുക എന്നൊക്കെ പറയുന്നത് ഇന്നത്തെ കാലത്ത് വലിയ കാര്യമാണ്. വലിയ മത്സരമുള്ള ഒരു കാലത്തൂടെ നമ്മൾ കടന്നു പോകുന്നത്. അപ്പോൾ ആ വേദികൾ എന്ത് കിട്ടിയാലും, നമ്മളൊരു ക്ലാസ് റൂമിലായാലും 4 പേര് കൂടുന്ന കൂട്ടുകാരുടെ ഇടയിലായാലും നമ്മുടെ ഉള്ളിലുള്ള കഴിവ് പ്രകടിപ്പിക്കുക. ഡെന്നിസിനോട് എനിക്ക് ആ കാര്യത്തിൽ ഇപ്പോൾ വലിയൊരു ബഹുമാനമുണ്ട്. ഡെന്നിസ് അഭിനയ രംഗത്തോട് നമുക്ക് ഒരുമിച്ച് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഈ ഡെന്നിസിന്റെ ഇത് ഞാൻ കാണാറുണ്ട്, വ്ളോഗുകൾ ഞാൻ കാണാറുണ്ട്, നന്നായിട്ടുണ്ട്. ഞാൻ ഉദ്ദേശിച്ചാലും ഭയങ്കര ഞാൻ എന്നും ഇന്നലെ പുഷ്പകളെ കുറിച്ച് ചെയ്തത് ഞാൻ കണ്ടിരുന്നു. അപ്പൊ നല്ലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പൊ അക്കാര്യത്തിൽ എനിക്ക് ഡെന്നിസിനോടൊരു ബഹുമാനമുണ്ട് സത്യത്തിൽ. ഞാനിവിടെ വന്നപ്പോൾ ഫുൾ പുരസ്കാരങ്ങളുടെ ഒരു നിറവ് തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഒന്ന് പ്രധാനപ്പെട്ട പുരസ്കാരങ്ങൾ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്തുകയാണെങ്കിൽ വളരെ സന്തോഷം. ഒട്ടേറെ പുരസ്കാരം ഞാൻ പറഞ്ഞില്ല, ഒരു 35 വർഷത്തെ സബരിയാണിത്. ഇത് ഫോക്ലോർ അക്കാദമിയുടെ അവാർഡ് 2016 എനിക്ക് കിട്ടിയതാണ്. ഒപ്പം വളരെ അഭിമാനത്തോട് പറയാൻ പറ്റും, ഐരു സദാശിവൻ സ്മാരക പുരസ്കാരം കിട്ടിയിട്ടുണ്ട്, ഗിരീഷ് കർണാട് സ്മാരക പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ വലിയ പുരസ്കാരങ്ങളായിട്ട് തന്നെയാണ് ഇന്ന് സമൂഹത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും വലിയ പുരസ്കാരങ്ങളാണ്. പിന്നെ കുറെ എണ്ണം എൻ്റെ മറ്റേ വൈഫിന്റെ വീട്ടിൽ ഇരിപ്പുണ്ട്, അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല കേട്ടോ നമ്മൾ പരിപാടികൾ ചെയ്യുന്നത്. പക്ഷെ നമ്മൾ ഞാൻ പറയുന്നത്, നമുക്ക് ആര് ക്ഷണിച്ചാലും ഏത് വേദി കിട്ടിയാലും നമ്മൾ ചെല്ലുക, നമ്മുടെ പറ്റാവുന്നതൊക്കെ അവിടെ അവതരിപ്പിക്കുക. അതിൻ്റെ ഒരു രീതിയാണ്, മടിയില്ലാതെ ചെല്ലുക. അത് അടുത്ത തലമുറയോട് എനിക്ക് പറയാനുള്ളതാണ്. നമ്മൾ ഒരു കാര്യത്തിലും മടി വിചാരിക്കരുത്, അവസരങ്ങൾ ഒരിക്കലും നഷ്ടപ്പെടുന്നത്. ഞങ്ങളുടെ ഓഡിയൻസിന് വേണ്ടി ഇത്രയും കാര്യങ്ങൾ പങ്കുവച്ചതിന് വളരെ നന്ദി. അപ്പം വീണ്ടും ഒരു വീഡിയോയുമായിട്ട് വീണ്ടും എത്തുന്നതാണ്. ബൈ ഫ്രം ഡെന്നിസ് ഈപ്പൻ.